കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിലെ അനിശ്ചിതത്വം വെറുമൊരു ഗ്രൂപ്പ് തർക്കമല്ല, മറിച്ച് പാർട്ടിയിലെ അച്ചടക്കം തിരിച്ചുപിടിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ബോധപൂർവമായ ഇടപെടലാണെന്ന് സൂചന. 10 ദിവസം പിന്നിട്ടിട്ടും പ്രഖ്യാപനമുണ്ടാകാത്തതിനു പിന്നില് രാഹുൽ ഗാന്ധിയുടെ കടുത്ത നിലപാടുകളാണെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. സാധാരണ പ്രവർത്തകരെയും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് രാഹുൽ കാർക്കശ്യത്തിന്റെ വഴി സ്വീകരിച്ചത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിനകം തന്നെ അന്തിമ തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ പ്രഖ്യാപനത്തിനു മുൻപ് പാർട്ടിക്കുള്ളിലെ സമാന്തര അധികാര കേന്ദ്രങ്ങളെയും ഗ്രൂപ്പ് താൽപര്യങ്ങളെയും പൂർണ്ണമായും അപ്രസക്തമാക്കുക എന്ന തന്ത്രമാണ് നേതൃത്വം പയറ്റുന്നത്. ആരെയും ആളാകാൻ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഹൈക്കമാൻഡ് നൽകുന്നത്. പാർട്ടിയേക്കാൾ വലുതല്ല വ്യക്തികളെന്നും സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വഴങ്ങി മുഖ്യമന്ത്രി കസേര നൽകില്ലെന്നും രാഹുൽ ഉറപ്പിച്ചു പറയുന്നു. വി.ഡി. സതീശനായി സോഷ്യൽ മീഡിയയിൽ നടന്ന വ്യാപകമായ പ്രചാരണങ്ങളും കെ.സി. വേണുഗോപാലിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളും ഡൽഹിയിലെ ഗൌരവമായാണ് വീക്ഷിക്കുന്നത്. സാധാരണ പ്രവർത്തകരെ തെരുവിലിറക്കിയും നേതാക്കളെ വ്യക്തിഹത്യ നടത്തിയും തീരുമാനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. ഇത്തരം നീക്കങ്ങൾ നടത്തിയവര് ആരായാലും അവർക്കുള്ള ശിക്ഷ കൂടിയാണ് ഈ കാത്തിരിപ്പെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുള്ള വി.ഡി. സതീശന്, വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവര് ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എങ്കിലും ഹൈക്കമാൻഡിന്റെ ഈ പുതിയ ശൈലി 3 പേരെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തങ്ങൾക്ക് അനുകൂലമായി ML.മാരെ അണിനിരത്താനോ പരസ്യപ്രസ്താവനകൾ നടത്താനോ കഴിയാത്ത വിധം ഹൈക്കമാൻഡ് കടിഞ്ഞാണ് മുറുക്കിക്കഴിഞ്ഞു. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ ഭാവി മുൻനിർത്തിയുള്ള ഒരു സർജറിയാണ് രാഹുൽ ലക്ഷ്യമിടുന്നത്. കേരളത്തില് UDFന് ലഭിച്ച വലിയ വിജയം വ്യക്തികളുടെ മിടുക്കായി കാണുന്നതിനേക്കാൾ പാർട്ടിയുടെ കൂട്ടായ വിജയമായി നിലനിർത്താനാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടുതന്നെ പ്രഖ്യാപനത്തിന് ശേഷമുണ്ടാകാനിടയുള്ള പൊട്ടിത്തെറികൾ മുൻകൂട്ടി കണ്ട് അവയെ നിർവീര്യമാക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. കെ.സി. വേണുഗോപാലിനെതിരെ നടന്ന സൈബർ ആക്രമണങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം. ഒരു ദേശീയ നേതാവിനെ സ്വന്തം നാട്ടിലെ അണികളെക്കൊണ്ട് അധിക്ഷേപിപ്പിക്കുന്നത് ആസൂത്രിതമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇത്തരം പ്രവണതകൾക്ക് മുഖ്യമന്ത്രി പദം നൽകി അംഗീകാരം നൽകുന്നത് പാർട്ടിയുടെ അടിത്തറ തകർക്കുമെന്ന് രാഹുൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തിളങ്ങിയ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ML.മാരും ജനങ്ങളുമുണ്ട്. ജനവികാരം തള്ളിക്കളയുന്നത് അപകടമാകുമെന്ന് ഹൈക്കമാൻഡിന് അറിയാം. എന്നാൽ ആ ജനവികാരത്തെ സമ്മർദ്ദതന്ത്രമാക്കി മാറ്റുന്നതിനോടാണ് നേതൃത്വത്തിനെതിർപ്പ്. അർഹമായ പരിഗണന നൽകുമെങ്കിലും അത് ഭീഷണിക്ക് വഴങ്ങിയാവില്ലെന്നതാണ് ഹൈക്കമാൻഡ് ലൈന്. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തില് ഹൈക്കമാൻഡിന് വലിയ പരാതികളില്ല. അദ്ദേഹം പരസ്യമായ നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും കൂളബപ്റ്റ് ആയി തുടരുകയും ചെയ്യുന്നത് നേതൃത്വത്തിന്റെ ഗുഡ്ബുക്കില് ഇടം നേടാന് സഹായിച്ചിട്ടുണ്ട്. എങ്കിലും യുവനേതൃത്വം വേണമെന്ന പൊതുവികാരം ചെന്നിത്തലയ്ക്ക് വെല്ലുവിളിയാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും ശിരസാവഹിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രഖ്യാപനം വൈകുന്നത് വിജയത്തിന്റെ ശോഭ കെടുത്തുന്നു എന്ന ഘടകകക്ഷികളുടെയും കേരളത്തിലെ നേതാക്കളുടെയും പരാതി ഹൈക്കമാൻഡ് മുഖവിലക്കെടുക്കുന്നില്ല. വ്യക്തമായ കൃത്യതയോടെയും അച്ചടക്കത്തോടെയും പുതിയ സർക്കാരിനെ അധികാരത്തിലേറ്റാനാണ് ഡൽഹിയിലെ നീക്കം. ഇതിന്റെ ഭാഗമായാണ് മുൻ മുഖ്യമന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഭരണസ്തംഭനം എന്ന ആരോപണം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിക്കുമ്പോഴും കുലുങ്ങാത്ത നിലപാടാണ് ഹൈക്കമാൻഡിന്റേത്. ഇത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തില് പുതിയൊരു അധികാരക്രമത്തിന്റെ തുടക്കമാണ്. ഗ്രൂപ്പ് മാനേജർമാരുടെ കാലം കഴിഞ്ഞുവെന്നും ഹൈക്കമാൻഡ് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാലം വന്നുവെന്നും ഈ കാത്തിരിപ്പ് തെളിയിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ സൈബർ പോരാളികൾക്കും ഈ വൈകല് ഒരു പാഠമാണ്. വ്യക്തിപൂജയ്ക്കും സൈബർ അധിക്ഷേപങ്ങൾക്കും കോൺഗ്രസിനുള്ളിലെ ഇടമില്ലെന്ന് രാഹുൽ ഗാന്ധി പ്രവൃത്തിയിലൂടെ കാണിച്ചുതരുന്നു. വൈകാതെ തന്നെ ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. ആ പേര് ആരുടേതായാലും അത് ഗ്രൂപ്പ് നോമിനി എന്നതിനേക്കാള് ഹൈക്കമാൻഡ് നോമിനിയായിട്ടായിരിക്കും അറിയപ്പെടുക. ചുരുക്കത്തില് കേരളത്തിലെ കോൺഗ്രസില് നിലനിൽക്കുന്ന അരാജകത്വത്തിന് അന്ത്യം കുറിക്കാനുള്ള പരീക്ഷണശാലയായി ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. പ്രഖ്യാപനത്തിനു ശേഷം പാർട്ടിയിലെ അനുസരണയുള്ള ഒരു നിരയെ വാർത്തെടുക്കുക എന്നതാണ് രാഹുലിന്റെ ആത്യന്തിക ലക്ഷ്യം.